വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ നിരപരാധികളായ കർഷകരെ മനഃപൂർവ്വം കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കടുത്ത പനിയും തലവേദനയും ഉണ്ടായതിനെ തുടർന്ന് ആശിഷ് മിശ്രയെ ജില്ലാ ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ആശിഷ് മിശ്രയുടെ ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ്. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷുഗർ വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ആശിഷ് മിശ്രയുടെ ആരോഗ്യനിലയിൽ ഡോക്ടർമാരും തൃപ്തരല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ അദ്ദേഹത്തെ ഡോക്ടർമാർ 6 മണിക്കൂറോളമാണ് ചികിത്സിച്ചത്. അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷുഗറിലെ ഗുരുതരാവസ്ഥയെ ഡോക്ടർമാർ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ അവസ്ഥയിലൂടെയാണ് ആശിഷ് മിശ്ര കടന്നു പോകുന്നത്. അതേസമയം ആശിഷ് മിശ്രയുടെ ബ്ലഡ് ഷുഗർ ഗുരുതരാവസ്ഥയിലായതും അദ്ദേഹത്തിന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതുമൊക്കെ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിനും അതേപോലെ തന്നെ കേസിന്റെ വിസ്താരത്തിനും തടസ്സമായിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനാൽ തന്നെ ഇത് പോലീസ് ഉണ്ടാക്കിയ ഒരു നാടകം മാത്രമാണോ എന്നുള്ള ചോദ്യവും ഇതോടെ ഉയരുകയാണ്. ഈ കേസിൽ നിന്ന് ആശിഷ് മിശ്രയെ രക്ഷപ്പെടുത്താൻ പോലീസ് ഉണ്ടാക്കിയ ഒരു നാടകമാണോ ഇപ്പോൾ അദ്ദേഹത്തിന് അസുഖം ബാധിച്ചത് എന്നാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം. അതേസമയം ലഖിംപൂർ ഖേരിയിലെ ഈ സംഭവം രാജ്യത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഈ സംഭവത്തെ തുടർന്ന് അരങ്ങേറുകയുണ്ടായി. സുപ്രീം കോടതിയടക്കം ഈ വിഷയത്തിൽ വളരെ നിർണായകമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. പലപ്പോഴും ഉത്തർപ്രദേശ് സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പല ഉത്തരവുകളും സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൈക്കൊണ്ടിരുന്നു. ഇന്നും സുപ്രീം കോടതി ഈ കേസിൽ ഒരു സുപ്രധാനമായ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ കേസിലെ സാക്ഷികൾക്ക് സുരക്ഷ നൽകണമെന്നാണ് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിൽ സാക്ഷികളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ ഉത്തർപ്രദേശ് സർക്കാർ നടപടിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കർഷക റാലിക്കിടെയുണ്ടായ സംഭവത്തിൽ ആകെ 23 ദൃക്സാക്ഷികൾ മാത്രമാണോ ഉള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. 4000-നും 5000-നും ഇടയിൽ ആളുകൾ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി ജസ്റ്റിസ് സൂര്യകാന്തും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താൻ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജിമാർ ആവശ്യമായ ക്രമീകരണം ഒരുക്കി കൊടുക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ശക്തമായ ഇടപെടലുകളാണ് ഈ കേസിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ കേസിലെ മുഖ്യപ്രതിയായ ആശിഷ് മിശ്രയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബ്ലഡ് ഷുഗർ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.